ഏതായാലും ഇന്ന് മന്ത്രി ഇതേക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ പുതിയ മോദി സർക്കാരിൻ്റെ വരവിന് ശേഷം ദില്ലിയിൽ പോയുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിലെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവതരിപ്പിച്ചത് ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രം വരുത്തിയിട്ടുള്ള വലിയ കുടിശ്ശികയെക്കുറിച്ചായിരുന്നു. ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതും ഏറ്റവും അധികം ഊന്നിപ്പറഞ്ഞതുമായിട്ടുള്ള വിഷയം ഇതാണ് എന്ന് കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതുകൂടിയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആശാ വർക്കർമാർ ഇവിടെ ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ അടക്കം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട. പക്ഷേ 1 രൂപ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകാതെ കുടിശ്ശിക വരുത്തിയിട്ടും ഓണറേറിയം രാജ്യത്ത് ഏറ്റവും അധികം നൽകുന്നു. ആ കുടിശ്ശിക പോലും 2 മാസത്തിനപ്പുറം പോകാത്ത വിധം നൽകുന്നു. അത് ഇപ്പോൾ ജനുവരി മാസം വരെയുള്ളത് പൂർണ്ണമായും കൊടുത്തു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് രാജ്യത്ത് ആശാ വർക്കർമാരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിലേക്കല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു പൊതുചിന്ത വളരേണ്ടത്. അതിന് വിഘാതമാകുന്നത് സങ്കുചിത കേരള രാഷ്ട്രീയ താല്പര്യം മാത്രമാണോ, പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു സർക്കാർ വിരുദ്ധ മനോഭാവമാണോ എന്ന പ്രശ്നം വളരെ ശക്തമായി നിഴലിക്കുന്നത് അവിടെയാണ്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. ഡോക്ടർ സോയ ജോസഫ്, രാജ്യത്താകെ ഈ സംസ്ഥാനങ്ങളിൽ ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊതു രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കാത്തതും അതിനുവേണ്ടി വളരെ സ്പഷ്ടമായ നിലപാട് സ്വീകരിക്കാത്തതും? മുൻപിലത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ, ഇപ്പോൾ 2014 മോദി സർക്കാർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന UDF സർക്കാരും കേന്ദ്രത്തിൽ UPA സർക്കാരുമാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ, അവരെ തൊഴിലാളികളായി അംഗീകരിപ്പിക്കാൻ രണ്ടിടത്തും ഒരുപോലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും എന്തേ കോൺഗ്രസും UDFും തയ്യാറാകാതിരുന്നത്? ഇവിടെ ഇപ്പോൾ SUCയുടെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെയൊക്കെ കേരളത്തിന് നല്ല ധാരണയുള്ളതാണ്. അങ്ങനെ അതിലൊരു ഗ്രൂപ്പ് നടത്തുന്ന ഒരു സമരത്തോടൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, പരിമിതിയിലേക്ക് വല്ലാതെ നിങ്ങൾ ചുരുങ്ങിയിട്ടില്ലേ? മൂന്നാമത്തെ പ്രധാന കാരണം, അല്ലെങ്കിൽ അടുത്തൊരു പ്രശ്നം, ഈ തൊഴിലാളികളായി ഇവരെ അംഗീകരിക്കണം എന്ന ശക്തമായ ആവശ്യം എന്തുകൊണ്ടാണ് UDF MPമാർക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോയത്? ഇപ്പോൾ കേന്ദ്രമന്ത്രിയോട് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ചെയ്ത കാര്യം, ചർച്ചയിൽ ഉന്നയിച്ച കാര്യം പറഞ്ഞല്ലോ. അതുപോലെ കേരളത്തിലെ UDF MPമാർ ചെയ്ത ഒരു നടപടി ഈ ചർച്ചയുടെ ഭാഗമായി ഡോക്ടർ സോയയ്ക്ക് അവതരിപ്പിക്കാമോ, പറയാമോ? ആദ്യം ചോദിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇത് പ്രാബല്യത്തിൽ വരുന്ന ഒരു സമയത്ത് അതിനുശേഷമൊക്കെ ആശമാരുടെ ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന സ്കീമുകളും ഒക്കെ വളരെ പരിമിതമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു സംവിധാനമായി അത്തരം ആശാ വർക്കർമാരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽ അവരെ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള അന്നത്തെ കാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെമ്യൂണറേഷൻ അവർക്ക് നൽകുകയും അത്തരത്തിലൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോരുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഈ പറയുന്നതുപോലെ 2015 ശേഷം ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് കോവിഡ് സമയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീട് ഇങ്ങോട്ട് ഈ ജീവിതശൈലി ഇത്തരത്തിലുള്ള നിർണയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയും, അല്ലെങ്കിൽ വീടുകളുമായി ബന്ധപ്പെട്ട്, പൾസ് പോളിയോയുമായി ബന്ധപ്പെട്ട്, മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ പല സ്കീമുകളും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇവരുടെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അന്നുണ്ടായിരുന്ന ഒരു വർക്ക് ലോഡ് അല്ല ഇപ്പോഴുള്ള ഒരു വർക്ക് ലോഡ്. ആ വർക്ക് ലോഡുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്ക്, ഒരു ഭാരിച്ച വർക്ക് ലോഡിലേക്ക് അവർ മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് നൽകേണ്ടതും ഇതൊരു ന്യായമായ കാര്യമാണ്. സംശയമൊന്നുമില്ല. ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിലൊരു മാറ്റം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അംഗീകരിക്കപ്പെടണം. അത് തീർച്ചയായും ഞാൻ ഈ പറയുന്നത് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു, സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ഇത് അങ്ങേറ്റം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ ആദ്യം മുതൽ അവസാനം വരെയും വാദിക്കുന്നു. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പറയുന്ന KC വേണുഗോപാൽ അടക്കമുള്ള MPമാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ശശി തരൂരും KC വേണുഗോപാലും അടക്കമുള്ള MPമാർ ഈ സമരപ്പന്തലിൽ വന്ന് പറഞ്ഞ കാര്യമല്ല ഞാൻ ചോദിച്ചത്. അവരെ തെരഞ്ഞെടുത്തയച്ചത് ലോക്സഭയിലേക്കാണ്. ആ ലോക്സഭയിൽ പോയി അവരെന്തു ചെയ്തു? കേന്ദ്ര സർക്കാരിനോട് എങ്ങനെ ഇക്കാര്യത്തിൽ ഇടപെട്ടു? ഒരു കേസ് മതി, ഒരൊറ്റ കേസ് താങ്കൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാമോ, പറയാമോ?
അല്ല, കോൺഗ്രസ് ഈ രാജ്യത്ത് BJP-ക്കെതിരെ സംസാരിക്കുന്നില്ല ഞാൻ ഈ എന്ന് വിഷയമാണ് പറഞ്ഞു സ്വയ കഴിഞ്ഞാൽ എനിക്ക് അതിലൊന്നും അത് സംശയമില്ലെന്നേ. അത്ഭുതപ്പെടുന്ന കാര്യമല്ലേ? ഈ വിഷയത്തിൽ എന്തു ചെയ്തു? രാഷ്ട്രീയ വാദത്തിലേക്ക് വയനാട്ടിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധി, ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ, മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ്, തിരുവനന്തപുരത്തു നിന്നുള്ള ശശി തരൂർ, ഞാൻ സീനിയർ MP-മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ചെയ്തത്? ഞാൻ ഈ പറയുന്നത് ഒരു കത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. അതിപ്പം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചുരുക്കലുകളും വലിയ അതൊക്കെ നമ്മൾ എല്ലാവരും വിമർശിക്കുന്നതാണ്. സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഉദ്യോഗസ്ഥ വിരുദ്ധമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സംശയമില്ലെന്നേ. അങ്ങനെ ഒരു കാര്യത്തിൽ കോൺഗ്രസ് നിരന്തരം സംസാരിച്ചു. അവിടെ എന്ത് ചെയ്തു? കേരളത്തിൽ നിന്ന് പോയ വളരെ പ്രഗത്ഭരായ ഈ MP-മാർ, ഈ ആശാ വർക്കർമാർക്ക് വേണ്ടി എന്ത് ചെയ്തു? കേരളത്തിന്റെ തലസ്ഥാനത്ത് വന്ന് സമരപ്പന്തലിൽ വന്ന് കണ്ണീർ വീഴ്ത്തുന്ന ഈ MP-മാർ എന്തു ചെയ്തു? ഞാൻ വീണ്ടും ചോദിക്കും, അവര് ചെയ്തത് എന്താണെന്ന് ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ ബാധ്യതയുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരൻ എന്ത് ചെയ്തു? കത്ത് കൊടുത്തോ? ഇടപെട്ടോ? ചോദ്യം ചോദിച്ചോ? അല്ല, അത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടോ എന്നുള്ളതല്ല. അത് മോശം കാര്യമാണോ? അത് മോശമാണോ സ്വയ? അതാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ശശി തരൂർ പറഞ്ഞ എന്താണെന്ന് അറിയോ? കേരളവും കേന്ദ്രവും കൂടെ അങ്ങ് പരിഹരിച്ചു തീർത്തോണമെന്ന്. അങ്ങനെയാണോ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത്? ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയുന്ന ലോക്സഭയിലെ MP-മാർ എന്തേ ഒരു കുഞ്ഞു കത്ത് പോലും അയക്കാതിരുന്നത്? എന്തേ ഒരു ചോദ്യം പോലും ചോദിക്കാതിരുന്നത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളുമായി സമയം വൈകിട്ടില്ല. ഇനി ചെയ്താലും മതി. സമയം വൈകിട്ടില്ല. സോയ പറയണം. ഈ ചർച്ചയുടെ ഒരു പൊതു സ്പിരിറ്റ് സോയ MP-മാർക്കോട് പറയുക. ഇനിയെങ്കിലും പാർലമെന്റിൽ പോകുമ്പോൾ, ലോക്സഭയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വേണ്ടി ചോദ്യം ചോദിക്കാനും കത്ത് കൊടുക്കാനും മറുപടി വാങ്ങിച്ചെടുക്കാനും ഇനിയെങ്കിലും ചെയ്യാൻ ആ MP-മാരോട് താങ്കൾ പറയുക. യെസ്, താങ്ക് യു.